കളമശ്ശേരിയിലെ മാർത്തോമാ ഭവന്റെ ഭൂമിയിൽ അതിക്രമിച്ച് കയറി മതിൽ തകർക്കുകയും കോൺക്രീറ്റ് നിർമ്മിതികൾ സ്ഥാപിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒടുവിൽ നിയമ നടപടി. 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും JCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കോടതി ഉത്തരവ് ലംഘിച്ച് അതിക്രമം നടത്തിയവർക്കെതിരെ 20 ദിവസത്തിനു ശേഷമാണ് നിയമ നടപടികളുണ്ടായത്. നിയമ നടപടി വൈകുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയരുകയും മാർത്തോമാ ഭവനം സുപ്പീരിയർ ഫാദർ ജോർജ് പാറയ്ക്ക പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തതിനു ശേഷമാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. തൃക്കാക്കര, മുണ്ടംപാലം, പൂക്കാട്ട്, പനയപ്പിള്ളി, അബ്ദുൾ മജീദ്, കളമശ്ശേരി ശാന്തിനഗറിന് സമീപം നീറുങ്കൽ ഹനീഫ, ചാവക്കാട്, അകലാട്, അട്ടൂരയിൽ ഷംസീർ, കാസർഗോഡ് കുമ്പളം, കടപ്പുറം ഹൈദർ മനസിൽ, പെരുമാട് ഹൈദരലി എന്നിവരാണ് കളമശ്ശേരി പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. JCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കോടതി ഉത്തരവ് ലംഘിച്ച് അതിക്രമം നടത്തിയവർക്കെതിരെ 20 ദിവസത്തിനു ശേഷമാണ് നിയമ നടപടികൾ ഉണ്ടായത്. അതേസമയം അറസ്റ്റിലായവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. 45 വർഷമായി നീണ്ടു നിൽക്കുന്ന 7 അടി ഉയരവും 100 മീറ്ററോളം നീളവുമുള്ള ദൈവവചനമെഴുതിയ മതിലും ഗേറ്റും ജലവിതരണത്തിനുള്ള പൈപ്പുകളും CCTV ക്യാമറകളുമാണ് അതിക്രമിച്ച് കയറിയവർ തകർത്തത്. 10ഓളം സന്യാസിനിമാർ താമസിക്കുന്ന കോൺവെന്റിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുകയും കോൺക്രീറ്റ് നിർമ്മിതികൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തതിനു പുറമെ ആശ്രമ അന്തേവാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഷെക്കിന ന്യൂസ്, കൊച്ചി.